പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ ഭീതിയിലാഴ്ത്തി ഇറാനും അമേരിക്കയ്ക്കുമിടയിലുള്ള സൈനിക പോരാട്ടം അത്യന്തം അപകടകരമായ തലത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. കേവലം അതിർത്തികളിലോ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലോ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഘർഷം ഇപ്പോൾ GCC രാജ്യങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും സഖ്യരാജ്യങ്ങളിലെ വിദേശ സൈനിക താവളങ്ങളിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു. സ്ഥിതിഗതികൾ ഇപ്പോൾ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമായി മാറിയിരിക്കുന്നു എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ വൻ ശക്തികളും ആഗോള സമ്പദ് വ്യവസ്ഥയും ആശങ്കയുടെ നിഴലിലായി. US സൈനിക കേന്ദ്രങ്ങളെയും പശ്ചിമേഷ്യൻ സഖ്യരാഷ്ട്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പാടെ തകർത്തിരിക്കുകയാണ്. അമേരിക്കയ്ക്കും അവരുടെ സഖ്യസേനകൾക്കും ബലവത്തായ താങ്ങായി പ്രവർത്തിക്കുന്ന കുവൈറ്റിലെയും ബഹ്റൈനിലെയും വ്യോമ നാവിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഒടുവിലത്തെ ആക്രമണ തരംഗങ്ങൾ അരങ്ങേറിയത്. കുവൈറ്റിലെ പ്രശസ്തമായ അലി അൽ സാലൈം വ്യോമത്താവളം, ക്യാമ്പ് ആരിഫ് ജാനിലെ ഹൈമാർസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെ ഇറാൻ വൻതോതിൽ ഉപരിതല മിസൈലുകൾ വർഷിച്ചതായി IRGC അവകാശപ്പെട്ടു. കുവൈറ്റിലെ ജനവാസ മേഖലകൾക്ക് സമീപം വരെ മിസൈൽ ഭീഷണി എത്തിയത് പ്രദേശവാസികളിൽ വലിയ ഭീതി പരത്തിയിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന നിബന്ധനകളും പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് ഈ ആക്രമണമെന്നും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായി വിമർശിച്ചു. സമാനമായ രീതിയിൽ ബഹ്റൈനിലും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ബഹ്റൈനിലെ അൽ സഖീർ വ്യോമത്താവളം, സൽമാൻ തുറമുഖം, അമേരിക്കയുടെ 5ാം നാവികപ്പടയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനത്തിന് നേരെ ഡ്രോൺ പതിച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും വിമാന സർവീസുകളെ അത് ബാധിച്ചിട്ടില്ലെന്നും വിമാനങ്ങൾ പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ടെന്നും ബഹ്റൈൻ ഔദ്യോഗികമായി അറിയിച്ചു. ഇറാന്റെ ഈ കടന്നുകയറ്റത്തെയും ആക്രമണങ്ങളെയും ഖത്തറടക്കമുള്ള അയൽ രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ബഹ്റൈനും കുവൈറ്റിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഏറ്റവും കടുപ്പമേറിയ നയതന്ത്ര പോരാട്ടം നടക്കുന്നത്. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇനി സുരക്ഷിതമല്ലെന്നും തങ്ങളുടെ കടുത്ത നിയന്ത്രണങ്ങൾ ലംഘിച്ച് കടന്നുപോകാൻ ശ്രമിക്കുന്ന ഒരെണ്ണ കപ്പലിനെ പോലും അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് പിന്നാലെ ഉപരോധ ഉത്തരവുകൾ അനുസരിക്കാതെ കടന്നുപോകാൻ ശ്രമിച്ച 2 അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളെ തടഞ്ഞു നിർത്തുകയും അവയ്ക്ക് നേരെ ആക്രമണം നടത്തി തീ പിടിപ്പിക്കുകയും ചെയ്തതായി IRGC അവകാശപ്പെട്ടു. ഒമാൻ തീരത്തിന് സമീപം ലിമയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വെച്ച് മറ്റൊരു ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത കോണിൽ നിന്ന് ആക്രമണമുണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും സ്ഥിരീകരിച്ചു. ഹോർമൂസിലൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായി തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ചെറുക്കാൻ അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ശക്തമായ നാവിക അകമ്പടി ദൗത്യമാണ് നടത്തുന്നത്. മെയ് മാസം മുതൽ ഇതുവരെ 450 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി പോയ 400ഓളം വാണിജ്യ കപ്പലുകൾക്ക് US യുദ്ധക്കപ്പലുകൾ സുരക്ഷിത പാതയൊരുക്കി നൽകി. എങ്കിലും ഭയം കാരണം ഹോർമൂസ് വഴി കടന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിനം 7 കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന സ്ഥാനത്ത് നിലവിലത് കേവലം 4 കപ്പലുകളായി ചുരുങ്ങിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില $90 മുകളിലേക്ക് കുതിച്ചുയരാനും വൻ സാമ്പത്തിക പ്രകമ്പനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇറാന്റെ ഭീഷണികളെയും ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി US കമാൻഡ് ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ തുടർച്ചയായ 10ാം രാത്രിയിലും അതിശക്തമായ ബോംബാക്രമണം പൂർത്തിയാക്കി. ഇറാന്റെ കമാൻഡ് സെന്ററുകൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് US വ്യോമസേന പ്രഹരമേൽപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണി പൂർണ്ണമായും നിർവീര്യമാക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് US പ്രതിരോധ വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. മേഖലയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം സങ്കീർണമായതിനെ തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തങ്ങളുടെ പൗരന്മാർക്കായി ലോകവ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗൾഫ് നാടുകളിലും പശ്ചിമേഷ്യയിലും മാത്രമല്ല ലോകത്തെവിടെയുമുള്ള US നയതന്ത്ര കാര്യാലയങ്ങൾക്കും അമേരിക്കൻ പൗരന്മാർക്കും നേരെ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് US മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷ സാധ്യത മുൻനിർത്തി എയർ ഫ്രാൻസ് അടക്കമുള്ള പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ദുബായ്, റിയാദ്, ബെയ്റൂട്ട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഊർജ്ജ മേഖലയുടെയും നട്ടെല്ലായ പശ്ചിമേഷ്യയിൽ യുദ്ധജ്വാലകൾ പടർന്നു പിടിക്കുമ്പോൾ അതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികളാണ്. പ്രത്യേകിച്ച് കുവൈറ്റ്, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാരതീയരും മലയാളി സമൂഹവും വലിയ ഉത്കണ്ഠയിലാണ്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുകയും സൈനിക നടപടികൾ കൂടുതൽ തീവ്രമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രാദേശിക സുരക്ഷ തകരുന്നത് വലിയൊരു മാനുഷിക സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിതുറക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ അടിയന്തര പരിഹാരം കാണേണ്ടത് പ്രാദേശിക രാജ്യങ്ങളുടെ മാത്രം ആവശ്യമല്ല, മറിച്ച് ആഗോള സമാധാനത്തിനും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.